ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് 46 സങ്കീർത്തനം വായിക്കാം. സങ്കീർത്തനം 46. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ മധ്യേ ഉണ്ട്, അത് കുലുങ്ങിപ്പോവുകയില്ല. ദൈവം ആദ്യകാലത്ത് തന്നെ അതിനെ സഹായിക്കും. ജാതികൾ ക്രുദ്ധിച്ചു, രാജ്യങ്ങൾ കുലുങ്ങി, അവൻ തന്റെ ശബ്ദം കേൾപ്പിച്ചു, ഭൂമി ഉരുകിപ്പോയി. സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെ ഉണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. വരുവീൻ, യഹോവയുടെ പ്രവൃത്തികളെ നോക്കുവീൻ, അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. അവൻ ഭൂമിയുടെ അറ്റം വരെ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെ ഉണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ഈ സങ്കീർത്തനത്തോട് ചേർത്ത് തുടർന്ന് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് 28 സങ്കീർത്തനത്തിന്റെ 5 വാക്യവും കൂടി നമുക്ക് വായിക്കാം. 28 സങ്കീർത്തനത്തിന്റെ 5 വാക്യം. യഹോവയുടെ പ്രവൃത്തികളെയും അവന്റെ കൈവേലയെയും അവർ വിവേചിക്കായകൊണ്ട് അവനവരെ പണിയാതെ ഇടിച്ചു കളയും. ക്രിസ്തീയ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചുമാണ് ഈ സന്ദേശങ്ങളിൽ കൂടി നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് കഷ്ടതയെക്കുറിച്ചും കഷ്ടതയിൽ നാം എടുക്കേണ്ട നിലപാടുകളെക്കുറിച്ചും പ്രതികരണങ്ങളെക്കുറിച്ചും ഒക്കെയാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വി മസ്റ്റ് ബി കെയർഫുൾ അബൌട്ട് അവർ റിയാക്ഷൻസ് ഇൻ സഫറിങ്. നമ്മുടെ കഷ്ടതകളിൽ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നാം ശ്രദ്ധയുള്ളവരായിരിക്കണമെന്നാണ്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഒന്നാമത്, നാവ് കൊണ്ട് പാപം ചെയ്യരുത്. കഷ്ടതയുടെ നടുവിൽ പലപ്പോഴും അവിവേകമായിട്ട് അനാത്മീയമായിട്ട് നാവ് കൊണ്ട് പാപം ചെയ്യാനുള്ള പ്രവണതയുണ്ട്. സോ ഡോണ്ട് ബി റാഷ് വിത്ത് യുവർ മൗത്ത്. രണ്ടാമത്, നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ലോകത്തിൽ എന്റെ പ്രശ്നമാണ് ഏറ്റവും വലിയത്, അതിന് സമാനതകളില്ല എന്ന ചിന്ത വെടിയണം. ഡോണ്ട് തിങ്ക് യുവർ പ്രോബ്ലം ഈസ് യുണീക്ക് ആൻഡ് വിത്തൗട്ട് പാരലൽ ആൻഡ് ദ ബിഗസ്റ്റ് പ്രോബ്ലം ഇൻ ദ വേൾഡ്. അങ്ങനെയല്ല. നമ്മളെപ്പോലെ തന്നെ ജീവക കഷ്ടപ്പാടുകൾ നമ്മുടെ സഹോദരവർഗത്തിനും തികഞ്ഞു വരുന്നുണ്ട്. നമ്മൾ അത്രയും സെൽഫ് സെന്റേർഡ് ആയി പോകുന്നത് കൊണ്ടാണ് നമ്മളുടെ പ്രശ്നമാണ് ഏറ്റവും വലിയതെന്ന് നാം ചിന്തിക്കുന്നത്. മൂന്നാമതായിട്ട്, ആളുകളും സാഹചര്യങ്ങളുമായി അസഹിഷ്ണുതയുള്ളവരാകാതെ പൊരുത്തപ്പെട്ടു പോകണം. ഡോണ്ട് ഗെറ്റ് ഇറിറ്റേറ്റഡ് വിത്ത് പീപ്പിൾ ആൻഡ് സർക്കംസ്റ്റാൻസസ് ആൻഡ് സ്റ്റാർട്ട് മർമറിങ്. പിറുപിറുക്കാനും ആളുകളുമായിട്ട് അസഹിഷ്ണുത കാണിക്കുവാനും നാം ഒരിക്കലും തുനിയരുത്. നാം ദൈവസന്നിധിയിൽ വിനയബുദ്ധിയുള്ളവരായി ദൈവം നമ്മളെ ഏത് വഴിക്കാണ് നടത്തുന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കുന്നവരായിട്ടിരിക്കണം എന്നാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. നമുക്ക് ആ സന്ദേശം തുടർന്ന് ചിന്തിക്കുമ്പോൾ ഇന്ന് 4-മതായിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്, പ്രസംഗകരെയും പ്രവാചകന്മാരെയും അന്വേഷിച്ച് നടക്കരുത്. ഡോണ്ട് ഗോ ആഫ്റ്റർ പ്രീച്ചേഴ്സ് ഓർ ഗോ ഫ്രം പ്രീച്ചർ ടു പ്രീച്ചർ ഓർ ഫ്രം പ്രോഫറ്റ് ടു പ്രോഫറ്റ്. പ്രതിസന്ധികളും കഷ്ടതകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പെട്ടെന്ന് പരിഹാരം ലഭിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് പ്രവാചകന്മാരും പ്രസംഗകരും മറ്റും നമുക്ക് തരും എന്ന് വിചാരിച്ച് അവരുടെ പിന്നാലെ നടക്കുന്ന രീതി ധാരാളം ഉണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ സഹായം തേടണമെന്ന് തോന്നുന്നത് എന്ന് ചോദിച്ചാൽ, പ്രധാനമായിട്ട് നാം ആഗ്രഹിക്കുന്നത് അവരുടെ പ്രാർത്ഥന, അവരുടെ സഹായം, അവരുടെ മാർഗനിർദ്ദേശം മുതലായതാണ്. We expect their prayers, their help and their counseling. ഈ കാര്യങ്ങൾ പ്രതീക്ഷിച്ചിട്ടാണ് നാം അവരുടെ പുറകെ പോകുന്നത്. അങ്ങനെയുള്ളപ്പോൾ ദൂതുകൾ വിളിച്ചു പറയുന്നവരും പ്രവചനാത്മാവിൽ പ്രശ്നങ്ങൾ അപഗ്രഥിക്കുന്നവരും ഒക്കെ ഉള്ളപ്പോൾ അത് കേട്ട് സമാശ്വസിക്കുന്നതിനും ആശ്വാസം ലഭിക്കുന്നതിനും ഒക്കെയുള്ള ഒരു പ്രവണത നമ്മുടെ മനസ്സിൽ വരാം. എന്നാൽ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ തേടി പോകുമ്പോൾ ഇതാണോ ശരിയായിട്ടുള്ള ആത്മീയ രീതി എന്ന് പരിശോധിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞ 3 കാര്യങ്ങളും വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. പ്രാർത്ഥന. നാം
ഒരു ആത്മീയ നേതാവിന്റെ പുറകെ പോകുമ്പോൾ പ്രാർത്ഥന തേടുന്നുണ്ടല്ലോ, ഒരു പ്രസംഗകന്റെ പുറകെ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ സഹായം തേടുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കൗൺസിലിംഗ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശം തേടുന്നുണ്ട്. ഇതേക്കുറിച്ച് വചനം എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്, പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രാർത്ഥന തേടുന്നത് നല്ല കാര്യമാണ്. അനേകർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എപ്പോഴും നല്ലതാണ്. എന്നാൽ അടിസ്ഥാനപരമായിട്ട് വചനം കഷ്ടതയിലായിരിക്കുന്ന ഒരാളുടെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുക. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 13 മുതൽ 16 വരെ. ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തട്ടെ. 13-ാം വാക്യം ഇങ്ങനെയാണ്: കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, ലെറ്റ് ഹിം പ്രേ. കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിപ്പിക്കട്ടെ എന്നല്ല, കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. വ്യക്തിപരമായ പ്രാർത്ഥനയാണ് ഏറ്റവും ഫലപ്രദം. പ്രശ്നം അനുഭവിക്കുന്നയാളുടെ തീവ്രത അത് കേട്ട് പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരാൾക്കും അല്ലെങ്കിൽ മറ്റൊരാൾക്കും ഉണ്ടാകാൻ ഇടയില്ല എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നത് ലെറ്റ് ഹിം പ്രേ. കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, അവൻ ആരെക്കൊണ്ടെങ്കിലും പ്രാർത്ഥിപ്പിക്കട്ടെ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. 13-ാം വാക്യം ഇനി ആരെക്കൊണ്ടെങ്കിലും പ്രാർത്ഥിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് പറയുന്നത്: സഭയിലെ മൂപ്പന്മാരുടെ പ്രാർത്ഥനയെക്കുറിച്ചാണ്. ദ പ്രെയർ ഓഫ് എൽഡേഴ്സ്. അതാത് സഭയുടെ പ്രാർത്ഥന. നമ്മൾ ഓരോ സഭയിലാണ്, സഭയുടെ പ്രാധാന്യവും സഭയിൽ അംഗങ്ങളാകേണ്ടതിന്റെ പ്രാധാന്യവും ഒക്കെ ഗ്രോയിങ് ഇൻ ക്രൈസ്റ്റിന്റെ ആദ്യ പാഠങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഓർക്കുന്നുണ്ടെങ്കിൽ, അവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവരുടെ പ്രാർത്ഥന തേടട്ടെ എന്ന് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. സഭയുടെ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് അറിഞ്ഞിരിക്കണം. പത്രോസ് അപ്പോസ്തലൻ തടവിലായപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം വായിക്കുക. സഭയാണ് ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചത്. അല്ലാതെ ലോകത്തിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കുന്നതിനായിട്ട് അവർ SMS അയക്കുകയോ ഇമെയിൽ അയക്കുകയോ ഒന്നും ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല. ആരെങ്കിലുമൊക്കെ വിവരം അറിയിക്കാനായിട്ട് വ്യഗ്രതപ്പെട്ടതായിട്ട് നാം കാണുന്നില്ല. സഭയാണ് ശ്രദ്ധയോടെ നമ്മളായിരിക്കുന്ന സഭയ്ക്കാണ് നമുക്ക് ആവശ്യമായ പ്രാർത്ഥനയും കൂട്ടായ്മയും ആവശ്യമായ എല്ലാ സഹായങ്ങളും ആത്മീയമായിട്ട് ചെയ്ത് തരുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ദൈവം രക്ഷിക്കപ്പെടുന്നവരെ സഭയിലേക്ക് കൊണ്ടുവന്ന് ചേർക്കുന്നത്. മൂന്നാമതായിട്ട് 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ, യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 13 മുതൽ 16 വരെയാണ് നാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. 13-ാം വാക്യത്തിൽ 2 കാര്യങ്ങൾ കണ്ടു. കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കണം, അവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തി അവരുടെ പ്രാർത്ഥന തേടണം. മൂന്നാമതായിട്ട് 16-ാം വാക്യത്തിൽ പറയുന്നത് തമ്മിൽ പ്രാർത്ഥിക്കണമെന്നാണ്. ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കണം. പ്രേ വൺ ഫോർ അനദർ. അപ്പോൾ നമുക്ക് പരസ്പരം അറിയാവുന്ന വിശ്വാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർത്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വലിയ കാര്യമാണ്. തമ്മിൽ ഭാരങ്ങളെ ചുമക്കുകയും തമ്മിൽ പ്രാർത്ഥിക്കുകയും തമ്മിൽ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുവാനായിട്ടാണ് വചനം നമ്മോട് പറയുന്നത്. അതെല്ലാം ചെയ്യാൻ ഏറ്റവും നല്ല സ്ഥലം അതാത് സഭകളാണ്. ഇത്തരത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അതിന് കൃത്യതയും സ്ഥിരതയും കൂടുതലുണ്ടാകും. ഒരു സന്ദർശക പ്രസംഗകനോ ഒരു സന്ദർശക പ്രവാചകനോ സ്ഥിരമായി നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് വരികയില്ല. നമ്മൾ പറഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചു കാണും, പക്ഷെ സ്ഥിരമായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എപ്പോഴും നമ്മുടെ സഹോദരി സഹോദരന്മാരും നമ്മളുടെ സഭയിലെ മൂപ്പന്മാരുമാണ് എന്ന് മറന്നു പോകരുത്. മാത്രമല്ല, ലൂക്കോസിന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 46-47 വാക്യങ്ങളിൽ വായിക്കുന്നത് പോലെ, ലൂക്കോസ് 20-ാം അധ്യായത്തിന്റെ 46-47 വാക്യങ്ങൾ വായിക്കുന്നത് പോലെ പ്രാർത്ഥന വാണിജ്യവൽക്കരിക്കപ്പെടാനുള്ള സാധ്യതയും ഉണ്ട്. പ്രാർത്ഥന വാണിജ്യവൽക്കരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പല ഉദ്ദേശങ്ങളോടെയാണ് കടന്നു പോകുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മൾ സമീപിക്കുന്ന ആളുകൾ പ്രാർത്ഥിക്കുന്നതെന്ന് മറന്നു പോകരുത്. വാക്യം ഒന്ന് വായിച്ചു കേൾക്കുന്നത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നിലയങ്കികളോടെ നടപ്പാൻ ഇച്ഛിക്കുകയും അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തിൽ പ്രധാന സ്ഥലവും പ്രിയപ്പെടുകയും ചെയ്യുന്ന ശാസ്ത്രിമാരെ സൂക്ഷിച്ചുകൊള്ളുകയും അവർ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായരൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പം പ്രസംഗകർക്കും പ്രവാചകന്മാർക്കും ഒക്കെ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ പല ലക്ഷ്യങ്ങളോടുകൂടെ പല താല്പര്യങ്ങളോടുകൂടെ ആയിരിക്കും അവർ പ്രാർത്ഥിക്കുന്നത്. ചിലപ്പം എങ്ങനെയാണ് പ്രാർത്ഥിക്കാതിരിക്കുന്നതെന്ന് ഓർത്തിട്ടാകാം, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഒരു വാണിജ്യ മനോഭാവത്തോടു കൂടിയാകാം. കാരണം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രതിഫലങ്ങളൊക്കെ കൊടുക്കുന്ന രീതി നിലനിൽക്കുന്നുണ്ടല്ലോ. മാത്രമല്ല, പ്രസംഗകർക്കും പ്രവാചകന്മാർക്കും പരിഹരിക്കപ്പെടാത്തതായിട്ടുള്ള
അനേകം പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാവും, ധാരാളം ഉണ്ടാകും. ചിലർക്ക് രോഗങ്ങളും ഉണ്ടാകാം, നാം അറിയണമെന്നില്ല. നാം കാണുന്നത് പോലെ എല്ലാം സുന്ദരമായിരിക്കണമെന്നില്ല. അവരുടെ പ്രസംഗം വളരെ സുന്ദരമായിരുന്നു, അവരുടെ പ്രവചനം വളരെ മനോഹരമായിരുന്നു. പക്ഷെ അവരുടെ ജീവിതം, കർത്താവ് പറഞ്ഞ അവരുടെ ഫലങ്ങളാൽ നിങ്ങൾ അവരെ തിരിച്ചറിയുമെന്നാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ ജീവിതം എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നിശ്ചയമില്ലല്ലോ. അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ ഉണ്ടാകാം, അവർക്ക് അവരുടെ സഭയുണ്ട്. അപ്പൊ അവിടെ അവർക്ക് വളരെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സ്ഥിരതയുള്ള പ്രാർത്ഥന അവരുടെ ഭാഗത്ത് നിന്ന്, കൃത്യതയുള്ള പ്രാർത്ഥന അവരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കാനായിട്ട് സാധ്യത കുറവാണ്. അത് കൂടുതലും ലഭിക്കാൻ എളുപ്പം അവരവരുടെ സഭയിൽ ആയിരിക്കും എന്ന് ഓർക്കുന്നത് നല്ലതാണ്. അവരവരുടെ പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതോടൊപ്പം മാർഗനിർദ്ദേശത്തെക്കുറിച്ച്, കൗൺസിലിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. മുൻപുള്ള ക്ലാസ്സുകളിൽ ഓരോ വിശ്വാസിക്കും ഒരു വിശ്വസ്തനായ മാർഗദർശി അല്ലെങ്കിൽ ഒരു മെന്റർ ഉണ്ടായിരിക്കണം എന്നതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കൊരു മെന്റർ ആവശ്യമാണ്. നിങ്ങളെ വഴിതെറ്റിക്കാത്ത വിശ്വസ്തനായിട്ടുള്ള ഒരു മാർഗദർശി സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് കണ്ട ഒരു ഉപദേഷ്ടാവ് ആവശ്യത്തിൽ കൂടുതലോ കുറച്ചോ ഒക്കെ ഉപദേശിച്ചു എന്ന് വരാം. ചിലർ പ്രശ്നം കൂടുതൽ ഗുരുതരമാക്കി എന്ന് വരാം. ചിലര് അതിന്റെ ഗൗരവം ആ തരത്തിൽ കണ്ടില്ല എന്നും വരാം. അതുകൊണ്ട് ഏറ്റവും അഭികാമ്യം വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 27, 28, 40, 41 വാക്യങ്ങളൊന്ന് വായിച്ചാൽ അവിടെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിലാപങ്ങൾ 3-ാം അധ്യായം 27-ാം വാക്യം, 28-ാം വാക്യം, 40-ാം വാക്യം, 41-ാം വാക്യം. ഞാൻ ആ വാക്യങ്ങളിലെ പ്രധാനപ്പെട്ട ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരട്ടെ. 3-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം, അവൻ തനിച്ച് മൗനമായിരിക്കട്ടെ. 3-ാം അധ്യായത്തിന്റെ 40-ാം വാക്യം, നാം നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന ചെയ്ത് യഹോവയുടെ അടുക്കലേക്ക് തിരിയുക. 41-ാം വാക്യം, നാം കൈകളെയും ഹൃദയങ്ങളെയും സ്വർഗസ്ഥനായ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുക. സങ്കീർത്തനം 73-ന്റെ 16, 17 വാക്യങ്ങൾ വായിക്കുക. 73-ാം സങ്കീർത്തനം 16, 17 വാക്യങ്ങൾ. ഞാനിത് ഗ്രഹിപ്പാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി. അതുകൊണ്ടാണല്ലോ നമ്മൾ പലരുടെയും പുറകെ പോകുന്നത്. എന്നാൽ സങ്കീർത്തനക്കാരൻ എന്ത് ചെയ്തു? ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു. ഞാനിത് ഗ്രഹിപ്പാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി. അതുകൊണ്ട് ഒടുവിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മറ്റു പലയിടത്തൊക്കെ പോയിട്ടായിരിക്കും. ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു. 27-ാം സങ്കീർത്തനത്തിന്റെ 14-ാം വാക്യം, 27, 14. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ചുരുക്കത്തിൽ നമ്മൾ ദൈവത്തിങ്കിലേക്കാണ് തിരിയേണ്ടത്. ദൈവമാണ് നമ്മളെ ഉപദേശിക്കുവാനും വഴി നടത്തുവാനും ഏറ്റവും നല്ലയാൾ. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് മെന്റർ ദൈവം തന്നെയാണ്. ദൈവവും ദൈവം ആക്കിയിട്ടുള്ള ആളുകളും. അതുകൊണ്ട് അവന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ചെല്ലുക, അവനായി കാത്തിരിക്കുക. ഉപദേശവും ഉത്തരവുമായി ദൈവം നമ്മുടെ അടുത്തേക്ക് വരും, മറന്നു പോകരുത്. 3-ാമതായിട്ട് നമ്മൾ അവരുടെ സഹായം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹായത്തിനായിട്ട്, പ്രാർത്ഥനയ്ക്കായിട്ട്, മാർഗനിർദ്ദേശത്തിനായിട്ട്, സഹായത്തിനായിട്ട് നാം പ്രസംഗകരെയും പ്രഭാഷകരെയും പ്രവാചകന്മാരെയും സമീപിക്കുന്നു. സഹായം വാഗ്ദാനം ചെയ്യുന്ന പലരും ആവശ്യമുള്ള സമയത്ത് നമ്മളെ നിരാശപ്പെടുത്തുന്ന സന്ദർഭങ്ങളും ഉണ്ടാകാം. എല്ലാറ്റിന്റെയും ഉറവിടം പ്രസംഗകരും പ്രവാചകന്മാരും അല്ല, ദൈവമാണ്. 121-ാം സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ വായിച്ചാൽ, സങ്കീർത്തനം 121-ന്റെ 1-ഉം 2ഉം, എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. അവിടുന്നാണ് നമ്മുടെ സഹായം വരേണ്ടത്. നമ്മുടെ കണ്ണ് അവങ്കിലേക്കാണ് നോക്കേണ്ടത്. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് എവിടുന്ന് സഹായം വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ കഴിയുന്നത് പോലെ മറ്റാർക്കും നമ്മളെ സഹായിക്കുവാൻ കഴിയുകയില്ല എന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തില്, എബ്രായ ലേഖനം 4:16, തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. തക്ക സമയത്ത് നമുക്ക് സഹായം ലഭിക്കാനായിട്ട്, കൃപ ലഭിക്കാനായിട്ട് ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്തേക്ക് ചെല്ലാനായിട്ടാണ് വചനം നമ്മോട് പറയുന്നത്. അപ്രതീക്ഷിത സമയത്ത് അപ്രതീക്ഷിതമായ ഒരു സ്ഥാനത്ത് നിന്ന് സഹായം എത്തിക്കുവാനായിട്ട് ദൈവം ശക്തനാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ സഹായം വരണമെന്നില്ല. ദൈവത്തിന് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. നല്ല ശമരിയാക്കാരന്റെ ഉപമ ഓർത്താൽ മതി. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ
30 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ നോക്കുക. പ്രതീക്ഷിച്ച പുരോഹിതനും ലേവ്യനും കടന്നുപോയപ്പോൾ യഹൂദന്മാർക്ക് നിഷിദ്ധനായ ഒരു ശമരിയാക്കാരനെ ദൈവം ഒരുക്കിയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്നൊക്കെ ദൈവത്തിന് നമുക്ക് സഹായം എത്തിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മൾ ആരുടെയെങ്കിലും ഒക്കെ പുറകെ കഷ്ടപ്പെട്ട് ഒരു ഉത്തരത്തിനായിട്ട് നടക്കേണ്ട നാം ദൈവത്തിന്റെ മുഖത്തേക്കാണ് നോക്കേണ്ടത്. പിന്നെയും ഒരാലോചനയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം വളരെ പ്രസക്തമാണ്. യെശയ്യാവ് 8:19 വെളിച്ചപ്പാടന്മാരോട് ചിലയ്ക്കുകയും ജപിക്കുകയും ചെയ്യുന്നവരായ ലക്ഷണവാദികളോടും അരുളപ്പാട് ചോദിപ്പീൻ എന്ന് അവർ നിങ്ങളോട് പറയുന്നുവെങ്കിൽ ജനം തങ്ങളുടെ ദൈവത്തോടെ അല്ലയോ ചോദിക്കേണ്ടത്. ആലോചനകൾ പറയുന്ന ആളുകളുടെ പിന്നാലെ നടക്കുകയാണെങ്കിൽ വചനവും പ്രവാചകനും ഒക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ജനം തങ്ങളുടെ ദൈവത്തോടല്ലയോ ചോദിക്കേണ്ടത്. നാം ദൈവത്തോടാണ് ചോദിക്കേണ്ടത്. അവനോട് ചോദിച്ചുകൊള്ളുക. അവന് ഉത്തരമില്ലാത്തത് ഒന്നുമില്ല. അവൻ മഹതായ അഗോചരമായ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ തക്കവണ്ണം മതിയായ ദൈവമാണ്. അതുകൊണ്ട് കഷ്ടതകളുടെ നടുവിൽ നാം ഉപദേഷ്ടാക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും ഒക്കെ പിന്നാലെ പോകുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോവുക, പ്രാർത്ഥിക്കുക, ദൈവസഹായം തേടുക, ദൈവത്തോട് കൂടുതൽ സമയം ചെലവഴിക്കുക. അവൻ നമുക്ക് ആവശ്യമായിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകാൻ മതിയായവനാണ്. 5-ാമതായിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് പെട്ടെന്നുള്ള വിടുതൽ എപ്പോഴും പ്രതീക്ഷിക്കരുത്. ഡോണ്ട് എക്സ്പെക്ട് ഇൻസ്റ്റന്റ് ഡെലിവറൻസ് ഓൾവേസ്. ചിലപ്പോൾ ദൈവം പെട്ടെന്ന് നമ്മളെ വിടുവിച്ചെന്ന് വരാം. കഷ്ടതയുടെ നടുവിൽ, രോഗത്തിന്റെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പെട്ടെന്നുള്ള ഒരു വിടുതലാണ്. അതുകൊണ്ടാണ് അങ്ങനെ വിടുതൽ കിട്ടുന്ന സ്ഥലങ്ങൾ നോക്കി ആളുകൾ നടക്കുന്നത്. എന്നോട് ഈ അടുത്ത സമയത്ത് ഒരു സഹോദരൻ പറയുകയുണ്ടായി, ചാകാൻ പോകുന്നതിന് കച്ചിത്തുരുമ്പാണെങ്കിലും പ്രശ്നമില്ല, എവിടെങ്കിലും ഒന്ന് പിടിച്ച് പെട്ടെന്നൊരു വിടുതൽ കിട്ടിയാൽ മതിയായിരുന്നു, എന്താണെങ്കിലും ഞാൻ പരിശ്രമിക്കാമെന്ന് പറഞ്ഞു. ഇതൊരു ജനറൽ ട്രെൻഡാണ്. പെട്ടെന്നുള്ള മാറ്റം, പെട്ടെന്നുള്ള വിടുതൽ ആണ് എല്ലാ വിശ്വാസികളും അല്ലെങ്കിൽ സാധാരണ വിശ്വാസികളെല്ലാം തന്നെ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. എന്നാൽ നാം താൽക്കാലികമായതിനായിട്ടല്ല നിത്യമായതിനായിട്ടാണ് കാത്തിരിക്കേണ്ടതെന്നുള്ളത് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാണുന്നതിനും താൽക്കാലികമായിട്ടുള്ളതിനുമായിട്ടുമല്ല, നിത്യമായിട്ടുള്ളതിനായിട്ടാണ് കാത്തിരിക്കേണ്ടത്. 2 കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം മുതൽ 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വരെ വായിക്കുക. 2 കൊരിന്ത്യ ലേഖനം 4:16 മുതൽ 5:1 വരെ. 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം മാത്രം വായിക്കുകയാണെങ്കിൽ കാണുന്നതിനെ അല്ല കാണാത്തതിനെ എത്രയാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. കാണുന്നത് നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം, വരാനിരിക്കുന്നത് അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യ ഘനം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യാക്കോബ് 5-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി ചിന്തിക്കണം, അതേക്കുറിച്ച് പഠിക്കണം, വിചാരിക്കണം എന്ന അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 2 ഉദാഹരണങ്ങൾ നൽകുന്നുണ്ട്. പ്രവാചകന്മാരും ഇയ്യോബും. പ്രവാചകന്മാരെല്ലാം കഷ്ടാനുഭവത്തിൽ കൂടി കടന്നുപോയവരും ദീർഘക്ഷമ കാണിച്ചവരുമാണ്. അവരെ ദൃഷ്ടാന്തമായിട്ട് വിചാരിക്കണം. ഇയ്യോബ് കഷ്ടാനുഭവത്തിൽ കൂടി കടന്നുപോയി ദീർഘക്ഷമ കാണിച്ചു. ദൃഷ്ടാന്തമായിട്ട് നമ്മൾ എടുക്കണം. നമുക്ക് ദൃഷ്ടാന്തത്തിനായിട്ട് ഈ കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഉടനടി വിടുതലല്ല പലപ്പോഴും ആഗ്രഹിക്കേണ്ടത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ നോക്കുക. യെശയ്യാവ് 30-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞാൽ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. ഇസ്രായേൽ മക്കൾ കനാനിൽ പെട്ടെന്ന് എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ചെങ്കിലും, ഒരു യാത്ര പുറപ്പെട്ടാൽ നമ്മുടെ എല്ലാ ആഗ്രഹം പെട്ടെന്ന് എത്തിച്ചേരണമെന്നാണ്. ഇസ്രായേൽ മക്കളും കനാനിൽ പെട്ടെന്ന് എത്തിച്ചേരണമെന്നാണ് ആഗ്രഹിച്ചത്. എങ്കിലും നീണ്ട 40 വർഷം മരുഭൂമിയിൽ കൂടി അലഞ്ഞ് നടക്കേണ്ടതായിട്ട് വന്നു എന്ന കാര്യം അറിയാമല്ലോ. അതുകൊണ്ട് പെട്ടെന്നുള്ള വിടുതലുകളല്ല പലപ്പോഴും ദൈവം നമുക്ക് നൽകുന്നത്. ദൈവം പരിശീലിപ്പിച്ച ആളുകളെ നിങ്ങൾ പരിശോധിക്കുക. അവരൊക്കെ പെട്ടെന്നല്ല സ്ഥാനങ്ങളിൽ എത്തിയത്. ജോസഫ് 13 കൊല്ലം, മോശ 40 കൊല്ലം അല്ലെങ്കിൽ 80 കൊല്ലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒക്കെ കഷ്ടതയിൽ കൂടിയും പലവിധമായ പരിശീലനത്തിൽ കൂടിയും ഒക്കെ കടന്നുപോയതിനു ശേഷമാണ് ദൈവം അവരെ ഉപയോഗിക്കുവാനായിട്ട് തുടങ്ങിയത്. ഉടനടി അല്ല
അവരെല്ലാം പരിശീലനത്തിൽ കൂടി നീണ്ട വർഷങ്ങളിൽ കൂടിയൊക്കെ കർത്താവ് കടത്തിവിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു ദൈവമനുഷ്യൻ രൂപപ്പെടുന്നത് എന്നുള്ള കാര്യം അറിയണം. വെളിപ്പാട് 21 അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ, വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ, അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഇനി ഉണ്ടാകുകയില്ല എന്ന പ്രയോഗം പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നിത്യതയിൽ എത്തുന്നത് വരെ കണ്ണുനീരുണ്ടാകുമെന്നാണല്ലോ അതിന്റെ അർത്ഥം. ഇനി ഉണ്ടാകുകയില്ല. നിത്യതയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പറയാണ് ഇനി കഷ്ടത ഉണ്ടാകുകയില്ല, മുറവിളി ഉണ്ടാകുകയില്ല, കണ്ണുനീരുണ്ടാകുകയില്ല. അപ്പൊ നിത്യതയിൽ എത്തുന്നതിന് മുമ്പ് കണ്ണുനീരും ദുഃഖവും മുറവിളിയും കഷ്ടതയും ഒക്കെ ഉണ്ടാകുമെന്ന് അതിനകത്ത് അന്തർലീനമായ ഒരു അർത്ഥമുണ്ട് കേട്ടോ. അതുകൊണ്ട് അതിൽ നിന്നെല്ലാം പെട്ടെന്ന് വിടുതൽ കിട്ടിയിട്ട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല എന്ന് നമ്മൾ കരുതരുത് എന്ന് ഞാൻ പിന്നെയും നിങ്ങളെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. ആറാമതൊരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത നന്മകൾ, ദൈവം ചെയ്ത സഹായങ്ങൾ, വിടുതലുകൾ നാം ഒരിക്കലും മറക്കരുത്. പലപ്പോഴും ഒരു പ്രതിസന്ധിയിലാകുമ്പോൾ ഇതിനു മുമ്പ് ദൈവം ചെയ്ത പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകാറുണ്ട്. ഡോണ്ട് ഫൊർഗെറ്റ് ഗോഡ്സ് ഹെൽപ്പ് ആൻഡ് ഗൈഡൻസ് ഇൻ ദ പാസ്റ്റ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ദൈവം നമ്മളെ നടത്തുകയും നമുക്ക് ആലോചന നൽകുകയും നമ്മളെ സഹായിക്കുകയും ചെയ്ത വഴികൾ നമ്മൾ ഒരിക്കലും മറക്കരുത്. വന്ന വഴികൾ എപ്പോഴും നമുക്ക് ഓർമ്മ വേണം. ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് മുമ്പ് ദൈവം ചെയ്ത നന്മകൾ എത്രയുണ്ടെന്ന് ഓർക്കുക, അതൊന്നും മറക്കരുത്. 103 സങ്കീർത്തനത്തിന്റെ 2 വാക്യത്തിൽ നാം വായിക്കുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഇസ്രായേൽ മക്കൾക്ക് പറ്റിയ വലിയൊരു തെറ്റ്, അവർ വേഗത്തിൽ അവന്റെ പ്രവൃത്തികളെ മറന്നു കളഞ്ഞു എന്നുള്ളതാണ്. ചരിത്ര സങ്കീർത്തനങ്ങൾ പരിശോധിച്ചാൽ ഈ കാര്യം മനോഹരമായി സങ്കീർത്തനക്കാരൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ 1-2 ഉദാഹരണങ്ങൾ കാണിക്കട്ടെ. 106 സങ്കീർത്തനം ഒരു ചരിത്ര സങ്കീർത്തനമാണ്. ഒന്ന് വായിച്ചു നോക്കുക. 106 സങ്കീർത്തനത്തിന്റെ 13 വാക്യം, എങ്കിലും അവർ വേഗത്തിൽ അവന്റെ പ്രവൃത്തികളെ മറന്നു, അവന്റെ ആലോചനയ്ക്ക് കാത്തിരുന്നതുമില്ല. 106 സങ്കീർത്തനത്തിന്റെ 21-22 വാക്യങ്ങൾ, മിസ്രയീമിൽ വലിയ കാര്യങ്ങളും ഹാമിന്റെ ദേശത്ത് അത്ഭുത പ്രവൃത്തികളും ചെങ്കടലിൽ ഭയങ്കര കാര്യങ്ങളും ചെയ്തവനായി തങ്ങളുടെ രക്ഷിതാവായ ദൈവത്തെ അവർ മറന്നു കളഞ്ഞു. 78 സങ്കീർത്തനത്തിന്റെ 11 വാക്യം വായിക്കുമ്പോൾ, അവർ അവന്റെ പ്രവൃത്തികളെയും അവരെ കാണിച്ച അത്ഭുതങ്ങളെയും മറന്നു കളഞ്ഞു. നമ്മെയും നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെയും നടത്തിയ ദൈവത്തെ ഒരിക്കലും മറക്കുകയോ ആശ്രയിക്കാതിരിക്കുകയോ ചെയ്യരുത്. ദൈവം പലപ്പോഴും തന്നെ പരിചയപ്പെടുത്തുന്നത് തന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമെന്നാണ്. പുറപ്പാട് പുസ്തകം 3 അധ്യായത്തില് മോശ ദൈവത്തോട് നീ ആരാണ്, നിന്റെ പേരെന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ പുറപ്പാട് 3 അധ്യായത്തിന്റെ 15 വാക്യം എങ്ങനെയാണ്, അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ. അപ്പൊ അതുകൊണ്ട് ദൈവം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മളെ നടത്തിയ കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടാണ് തന്റെ നാമം തന്നെ വെളിപ്പെടുത്തുന്നത്. വെളിപ്പാട് 1 അധ്യായത്തിന്റെ 8 വാക്യത്തിൽ ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. ഇരിക്കുന്നവൻ, ഇരുന്നവൻ, വരുന്നവൻ. പണ്ട് മുതലേ ഉള്ളവൻ, പണ്ടൊക്കെ നമ്മളെ സഹായിച്ചിട്ടുള്ളവൻ, വിടുവിച്ചവൻ, വിടുവിക്കുന്നവൻ, മേലാലും വിടുവിക്കുന്നവൻ. 103 സങ്കീർത്തനം 2 വാക്യം വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ 103:2, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവന്റെ ഉപകാരങ്ങൾ ഓർക്കുകയാണെങ്കിൽ ആ സങ്കീർത്തനത്തിൽ ഒരുപാട് ഉപകാരങ്ങൾ പറയുന്നുണ്ട്. അവൻ നമ്മുടെ അകൃത്യം മോചിച്ചു, രോഗം സൗഖ്യമാക്കി, ജീവനെ നാശത്തിൽ നിന്ന് പല പ്രാവശ്യം വീണ്ടെടുത്തു, നിത്യമായ നാശത്തിൽ നിന്ന് വീണ്ടെടുത്തത് കൂടാതെ എത്രയോ പ്രാവശ്യം വീണ്ടെടുത്തു. നന്മയും ദയയും കരുണയും ഒക്കെ അവൻ നമ്മളെ അണിയിച്ചു, നമ്മുടെ യൗവനത്തെ പുതുക്കി, നമ്മുടെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തി, നീതിയും ന്യായവും നടത്തി, നമ്മളെ ദൈവത്തിന്റെ വഴികളെയും പ്രവൃത്തികളെയും അറിയിച്ചു. എന്തെല്ലാം കാര്യങ്ങളാണ് അവൻ ചെയ്തത്. ആ സങ്കീർത്തനം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. 77 സങ്കീർത്തനത്തിന്റെ 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ, സങ്കീർത്തനം 77-ന്റെ 11-12 വായിക്കുമ്പോൾ, ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും, നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും, ഞാൻ നിന്റെ സകല പ്രവൃത്തിയെയും കുറിച്ച് ധ്യാനിക്കും, നിന്റെ ക്രിയകളെ കുറിച്ച് ഞാൻ ചിന്തിക്കും. യേശുക്രിസ്തു ശിഷ്യന്മാരെ ചിലപ്പോഴൊക്കെ പഴയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി, ചില കാര്യങ്ങൾ എപ്പോഴും ഓർക്കണമെന്നും മറന്നു പോകരുതെന്നും പറഞ്ഞു. പഴയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയതിന്റെ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരട്ടെ. മർക്കോസിന്റെ സുവിശേഷം
8-ാം അധ്യായത്തിന്റെ 17 മുതൽ 21 വരെ വായിക്കുക. മർക്കോസ് 8-ാം അധ്യായത്തിന്റെ 17 മുതൽ 21 വരെ. അതില് 19-ാം വാക്യത്തില് ഓർക്കുന്നില്ലയോ എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, 5000 പേർക്ക് ഞാൻ 5 അപ്പം നുറുക്കിയപ്പോൾ കഷണങ്ങൾ എത്ര കുട്ട നിറച്ചെടുത്തു? 12 കുട്ട. 4000 പേർക്ക് 7 നുറുക്കിയപ്പോൾ കഷണങ്ങൾ എത്ര വട്ടി നിറച്ചെടുത്തു? 7 വട്ടി. ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ എന്ന് യേശു ചോദിച്ചു. പഴയകാല നേട്ടങ്ങളിൽ ആശ്രയിച്ച് അഹങ്കരിക്കാനല്ല, പ്രത്യുത കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയ വിധങ്ങൾ ഓർത്ത് അവന് സ്തോത്രം ചെയ്യാനും അവന്റെ വഴികളെ ധ്യാനിക്കുവാനും ആണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ സാഹചര്യത്തിൽ പുതിയതായിട്ട് ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മുടെ ദൈവം ശക്തനാണ്. തീർച്ചയായിട്ടും അവൻ ആ പുതിയ കാര്യം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. അവന് പുതിയതായിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതിന്റെ ഉറപ്പ് നമുക്ക് നൽകും. അങ്ങനെ നമ്മളെ സഹായിക്കുവാനും നടത്തുവാനും ദൈവം ശക്തനാണ് എന്ന് മറന്നു പോകരുത്. 7-ാമതായിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, കഷ്ടതയുടെ നടുവിൽ ക്രിസ്തീയ ജീവിതചര്യ താളം തെറ്റാതെ നോക്കണം. ജീവിതചര്യ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആത്മീയ ജീവിത ക്രമം, ഒരു താളമുണ്ട്. അത് തെറ്റാതെ നമ്മൾ നോക്കണം. ഡോണ്ട് സ്ലാക്കൻ ഡിവോഷണൽ എക്സസൈസസ്. ആത്മീയമായിട്ട് നമ്മൾ പ്രാർത്ഥനയിലും വചനപാരായണത്തിലും ആരാധനയിലും ഒക്കെ സമയം ചെലവഴിക്കാറുണ്ട്. കഷ്ടതയുടെ നടുവിൽ പലപ്പോഴും നമുക്ക് അതിന് സാവകാശം ലഭിക്കാതെ പോവുകയും അതിന്റെ ഗൗരവം നമ്മുടെ മനസ്സിൽ കുറഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത്. കഠിനമായ കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ പലപ്പോഴും ശ്രദ്ധ കഷ്ടതയിൽ മാത്രമാകും. അപ്പോൾ ആത്മീയ ജീവിതത്തിന്റെ താളം തെറ്റാൻ സാധ്യതയുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ചില പദപ്രയോഗങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. സന്തോഷകരമല്ല, ദുഃഖകരമത്രേ, തളർന്ന കൈ, കുഴഞ്ഞ മുഴങ്കാൽ, മുടന്ത്, ഉളുക്ക്, ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ ഓട്ടത്തിനിടെ നമുക്ക് പ്രാർത്ഥിക്കാനും വേദപുസ്തകം വായിക്കാനും ഒന്നും സാധിച്ചു എന്ന് വരികയില്ല. അപ്പോഴാണ് കാല് കുഴഞ്ഞുപോയി, ഉളുക്കിപ്പോയി, മുടന്തിപ്പോയി, കൈ തളർന്നുപോയി എന്നൊക്കെ പറയുന്നത്. കുഴഞ്ഞും മുടന്തിയൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പുസ്തകം വായിക്കാൻ പറ്റുന്നില്ല, വല്ല രോഗമായിട്ട് ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു, ആഹാരം കൊണ്ടുവരുന്നു, അതിനിടയ്ക്ക് എപ്പോൾ വായിക്കാനാണെന്ന് നമ്മൾ ചോദിക്കും. എന്നാൽ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലാത്ത ചില ആത്മീയ നിഷ്ഠകൾ നമുക്കുണ്ടായിരിക്കണം. അതിനെയാണ് ഞാൻ ക്രിസ്തീയ ജീവിതചര്യ എന്ന് പ്രാരംഭമായിട്ട് വിശേഷിപ്പിച്ചത്. അതിൽ ചിലത് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. 1, വചനപാരായണവും പഠനവും. വചന പാരായണം, വചനധ്യാനം, പഠനം. അവന്റെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കണമല്ലോ, അത് വായിക്കണമല്ലോ, അത് പഠിക്കണമല്ലോ, അതൊരിക്കലും ഉപേക്ഷിക്കരുത്. ഇയ്യോബിന്റെ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇയ്യോബ് 23, 10 മുതൽ 12 വരെ, 12-ാം വാക്യം മാത്രം നോക്കിയാൽ അവന്റെ വായിലെ വചനങ്ങളെ എന്റെ ആഹാരത്തെക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു. ആഹാരം കഴിക്കാൻ നമുക്ക് സമയം കിട്ടാറുണ്ട്, മറക്കാറില്ല. ഓട്ടത്തിനിടയ്ക്കൊക്കെ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നടത്തും. അങ്ങനെയാണെങ്കിൽ ആത്മീയ ആഹാരവും കഴിക്കാനായിട്ട് മറക്കരുത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വായിലെ വചനങ്ങളെ എന്റെ ആഹാരത്തെക്കാൾ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് ഇയ്യോബ് പറയുന്നത്. ജോസഫിനെ കുറിച്ച് ചിന്തിക്കുക. സങ്കീർത്തനം 105, 17 മുതൽ 19 വരെ. 105-ാം സങ്കീർത്തനം 17-ാം വാക്യം മുതൽ 19-ാം വാക്യം വരെ. 18 മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം. അപ്പൊ അതിന്റെ അർത്ഥം, യഹോവയുടെ വചനമാണ് ഇപ്പോൾ നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നത്, അവന്റെ അരുളപ്പാടിനാൽ ആണ് ഈ ശോധന വരുന്നത്. സോ കീപ് ഓൺ എക്സാമിനിങ് ദ വേർഡ്. ദൈവവചനം പരിശോധിച്ചുകൊണ്ടിരിക്കണം. ഇതിൽ ഏത് ഭാഗത്തു നിന്നാണ്, എന്താണ് ഇപ്പോൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചില കഷ്ടതകൾ തന്നെ അവന്റെ അരുളപ്പാടിന്റെയും വചനത്തിന്റെയും നിവൃത്തി ആയിരിക്കും. ജോസഫിന് വന്നത് ദൈവത്തിന്റെ അരുളപ്പാടിന്റെ നിവൃത്തിയായിരുന്നു, അതൊരു ശോധനയ്ക്ക് വേണ്ടിയായിരുന്നു. ഇതുപോലെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലും ചില കാര്യങ്ങൾ വരാം. അല്ലാതെ നമ്മുടെ പാപം കൊണ്ടോ കുഴപ്പം കൊണ്ടോ ആണ് ഇതെല്ലാം സംഭവിച്ചതെന്നില്ല. സോ സ്പെൻഡ് ടൈം ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തില് സമയം ചെലവഴിക്കണം, അത് വായിക്കണം, ധ്യാനിക്കണം, പഠിക്കണം, അതിനെങ്ങനെയെങ്കിലും സമയം കണ്ടെത്തണം. 119-ാം സങ്കീർത്തനം നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവവചനത്തെക്കുറിച്ചാണല്ലോ ആ സങ്കീർത്തനം മുഴുവൻ. ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ.
119 സങ്കീർത്തനത്തിന്റെ 50 വാക്യം, നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എന്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. നിന്റെ വചനം എന്നെ ജീവിപ്പിക്കുന്നു. എവിടെ? കഷ്ടതയുടെ നടുവിൽ. 52 വാക്യം 119:52, യഹോവേ പണ്ടേയുള്ള നിന്റെ വിധികളെ ഓർത്ത്. വിധികൾ, കൽപ്പനകൾ, ന്യായപ്രമാണം എന്നൊക്കെ പറയുന്നത് വചനത്തെ ഉദ്ദേശിച്ചിട്ടാണല്ലോ. യഹോവേ പണ്ടേയുള്ള നിന്റെ വിധികളെ ഓർത്ത് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നു. നിന്റെ വചനം ഓർത്ത് ഞാൻ കഷ്ടതയുടെ നടുവിൽ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നു. വേറൊരാളും എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് വന്നില്ലെങ്കിലും ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നു. 54 വാക്യം 119:54, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനം ആകുന്നു. പരദേശിയായി പാർക്കുന്ന വീട്ടിൽ എന്ന് പറയുമ്പോൾ ചിലര് ഇവിടെ പരദേശികളാണെന്നുള്ള കാര്യവും ചിലപ്പോൾ വാടക വീടാണെന്നുള്ള കാര്യമൊക്കെയാണ് ഓർക്കാറ്. ചിലപ്പോൾ ആശുപത്രിയിൽ കിടക്കുകയാണെങ്കിലും അതൊരു പരദേശിയുടെ അവസ്ഥയാണെന്ന് വിചാരിച്ചോളൂ. അല്ലെങ്കിൽ ഒരു കഷ്ടതയുടെ നടുവിൽ നമ്മൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലിരിക്കുകയാണെങ്കിൽ ആ വീട്ടിലും, ആ കഷ്ടതയുടെ വീട്ടിലും നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനമാകുന്നു, ഞാനത് ഉപേക്ഷിച്ച് കളയുന്നില്ല, മറന്നു കളയുന്നില്ല എന്ന് സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 119:92 വായിക്കുമ്പോൾ 92, നിന്റെ ന്യായപ്രമാണം എന്റെ പ്രമോദമായിരുന്നില്ലെങ്കിൽ ഞാൻ എന്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു. അപ്പൊ കഷ്ടതയിൽ നശിച്ചു പോകാതിരിക്കുന്നത് ന്യായപ്രമാണത്തിൽ പ്രമോദിക്കുന്നത് കൊണ്ടാണ്, വചനത്തിൽ പ്രമോദിക്കുന്നത് കൊണ്ടാണ്. 93 വാക്യം 119:93, ഞാൻ ഒരു നാളും നിന്റെ പ്രമാണങ്ങളെ മറക്കുകയില്ല, അവയെ കൊണ്ടല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്. നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് നിന്റെ വചനം, നിന്റെ പ്രമാണങ്ങളെ കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും മറക്കുകയില്ല. കഷ്ടതയിൽ പലപ്പോഴും നാം തകർന്നടിഞ്ഞ് പോകുമെന്നതും വാസ്തവമാണ്. എന്നാൽ തിരുവചനത്തിന് മാത്രമേ നമ്മെ ഉണർത്താനും ജീവിപ്പിക്കുവാനും കഴിയുകയുള്ളൂ. അതും ഈ 119 സങ്കീർത്തനക്കാരൻ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ചില വാക്യങ്ങൾ വീണ്ടും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. 119 സങ്കീർത്തനത്തിന്റെ 25 വാക്യം, എന്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു, തിരുവചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. അപ്പൊ ഈ വചനം ഇങ്ങനെ നോക്കിയാലാണ് ജീവൻ നമുക്ക് വരുന്നത്. അവൻ വചനം അയച്ച് നമ്മളെ സൗഖ്യമാക്കുകയും നമ്മുടെ കുഴികളിൽ നിന്ന് നമ്മളെ വിടുവിക്കുകയും ചെയ്യാൻ പ്രാപ്തനാണെന്ന് മറന്നുപോകരുത്. 119:107 വാക്യം, ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു, യഹോവേ നിന്റെ വാഗ്ദാനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. വാഗ്ദാനം എന്ന് പറഞ്ഞാൽ വചനമെന്ന് തന്നെയാണ്. ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു, യഹോവേ നിന്റെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. 154 വാക്യം 119:154, എന്റെ വ്യവഹാരം നടത്തി എന്നെ വീണ്ടെടുക്കണമേ, നിന്റെ വാഗ്ദാനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. കണ്ടോ, ഞാൻ വ്യവഹാരത്തിലായിരിക്കാൻ ചിലപ്പോൾ പെട്ടിരിക്കുന്നത്, നീ അത് നടത്തണം, എന്നെ വീണ്ടെടുക്കണം, നിന്റെ വചനം അല്ലെങ്കിൽ വാഗ്ദാനപ്രകാരം എന്നെ ജീവിപ്പിക്കണം. കഷ്ടതയുടെയും വ്യവഹാരങ്ങളുടെയും ഒക്കെ നടുവിൽ ദൈവവചനം മാത്രമാണ് നമുക്ക് ജീവൻ പകരുന്നത്. വചനം വായിക്കാൻ തോന്നുന്നില്ലെങ്കിലും പിന്മാറരുത്. സമയമില്ലെങ്കിൽ സമയം ഉണ്ടാക്കണം. തോന്നുന്നില്ലെങ്കിലും പിന്മാറാതെ വായിക്കണം. നിശ്ചയദാർഢ്യത്തോടെ വായിക്കണം. മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതാണ്, ജഡം അല്ലെങ്കിൽ മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. എന്നാൽ ദൈവവചനം ജീവനും ആത്മാവുമാണ്. അതിന് മാത്രമേ നമുക്ക് ജീവനും ചൈതന്യവും വരുത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും ദൈവവചന പാരായണം, ദൈവവചന ധ്യാനം, ദൈവവചന പഠനം നമ്മൾ മാറ്റിവെക്കരുത്. അത് നമ്മുടെ ഒരു ജീവിതചര്യയുടെ ഭാഗമായിരിക്കണം. അതിന് സമയം കണ്ടെത്തണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ രണ്ടാമതായിട്ട് മറ്റൊരു സുപ്രധാന ജീവിതചര്യ പ്രാർത്ഥനയും ആരാധനയുമാണ്. പ്രാർത്ഥനയും ആരാധനയും കഷ്ടതയുടെ നടുവിൽ ചിലപ്പോൾ മുടങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ അത് കുറയല്ല വേണ്ടത്, കൂടണം. കൂടുതൽ സമയം കണ്ടെത്തണം. ഒരിക്കലും അത് വിട്ടുകളയരുത്. നമുക്ക് ഫെർവന്റ് ആയിട്ട് തീവ്രതയോടെ പ്രാർത്ഥിക്കാൻ കഴിയുന്നത് കഷ്ടതയുടെ നടുവിലാണെന്ന് നാം ചിന്തിച്ചതാണല്ലോ. അതുകൊണ്ട് പ്രാർത്ഥന വിട്ടുകളയല്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല എന്ന് പറയുകയല്ല വേണ്ടത്. ഫിലിപ്പിയ ലേഖനത്തില് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തിയ വചനം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നമ്മുടെ കഷ്ടതകൾ, പ്രയാസങ്ങൾ, ബന്ധനങ്ങൾ ഇതേക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പറയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. പിന്നെ ഇത് വേണം, എല്ലാറ്റിലും പ്രാർത്ഥനയാൽ, എല്ലാറ്റിലും സ്തോത്രത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കണം. അപ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. അല്ലെങ്കിൽ ദൈവസമാധാനം നമ്മുടെ ഹൃദയത്തിൽ നിറയും. അതുകൊണ്ട് കഷ്ടതയുടെ നടുവിൽ പ്രാർത്ഥനയും ആരാധനയും നമ്മൾ മുടക്കിക്കളയരുത്. ഞാൻ ചില ബൈബിൾ മാതൃകകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. ഹബക്കൂക്ക് പ്രവാചകന്റെ ആരാധനാ ഗീതം
ഹബക്കുക്ക് 3-ാം അധ്യായത്തിലാണ് ആരാധനാ ഗീതം നമ്മൾ കാണുന്നത്. 3-ാം അധ്യായത്തിന്റെ 17 മുതൽ 19 വരെയെങ്കിലുമുള്ള വാക്യങ്ങൾ വായിക്കുക. അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിപ്പിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എന്റെ ബലമാകുന്നു, അവനെന്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു, ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ ധ്യാനിക്കേണ്ടതാണ്. ഈ പ്രവാചകൻ ആരാധിച്ചതുപോലെ ആരാധിക്കേണ്ടതാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കുക. ഗെത്ശമന തോട്ടത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 39 മുതലുള്ള വാക്യങ്ങൾ എല്ലാ സുവിശേഷങ്ങളിലും ഉണ്ടല്ലോ. താൻ പ്രാർത്ഥനയിലും ആരാധനയിലും ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്നത് നമുക്ക് കാണാം. അപ്പോസ്തലനായ പൗലോസിനെയും ശീലാസിനെയും നോക്കുക. അവർ തടവിലായി. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 23 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവരവിടെ കഷ്ടതയുടെ നടുവിൽ നിരാശരായിട്ട് ജാമ്യം കിട്ടാൻ വഴി എന്താണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. അവര് അർദ്ധരാത്രിയിലൊക്കെ ദൈവത്തെ പാടി സ്തുതിച്ചു. അപ്പോഴാണ് ദൈവത്തിന്റെ ഡെലിവറൻസ്, ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ അവിടെ വെളിപ്പെട്ടത്. അതിനു മുമ്പ് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തില് പത്രോസ് ജയിലിൽ പോയ കാര്യവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തില് അപ്പോഴും സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാൻ തോന്നാതിരിക്കുകയല്ല ചെയ്തത്, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പ്രാർത്ഥന ഒരിക്കലും നമ്മൾ മുടക്കരുത്. പ്രാർത്ഥിക്കാൻ തോന്നുമ്പോൾ പ്രാർത്ഥിക്കണം, തോന്നാത്തപ്പോഴും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ തോന്നുന്നത് വരെ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? പ്രാർത്ഥിക്കാൻ തോന്നുമ്പം പ്രാർത്ഥിക്കണം, തോന്നാത്തപ്പോൾ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കാൻ തോന്നുന്നത് വരെ പ്രാർത്ഥിക്കണം. തോന്നുമ്പോൾ പിന്നെ പ്രാർത്ഥിക്കുമല്ലോ. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും പ്രാർത്ഥിക്കുകയും അതിനായി ജാഗരിക്കുകയും ആത്മാവിൽ പ്രാർത്ഥിക്കുകയും വേണം. പ്രാർത്ഥന ഒരിക്കലും വിട്ടുകളയരുത്. ഞാൻ മറ്റൊരു കാര്യം കൂടെ മൂന്നാമത് അതിനോടൊപ്പം ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ആത്മീയ പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. നമ്മൾ വചനം ധ്യാനിക്കുന്നവരും വായിക്കുന്നവരും ഒക്കെയാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, പല ആത്മീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരുമായിരിക്കും നാം. അപ്പോൾ അവിടെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. കർത്താവിന്റെ വേലയിൽ എപ്പോഴും മുന്നേറണം. നിങ്ങളുടെ പ്രയത്നങ്ങളൊന്നും ക്രിസ്തുവിൽ വ്യർത്ഥമല്ലെന്നറിഞ്ഞ് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരായിരിക്കണം, മുന്നേറുന്നവരായിരിക്കണം. നമ്മെ നിരാശപ്പെടുത്തി വേലയിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്നത് പിശാചിന്റെ തന്ത്രങ്ങളിൽ ഒന്നാമത്തേതാണെന്ന് മറക്കരുത്. പല ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉയർന്നു വരും. ചിലപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടത അനുവദിക്കുന്നത്? അല്ലെങ്കിൽ എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ അവിശ്വസ്തനായി തീർന്നിരിക്കുന്നുവോ? അതുകൊണ്ടാണോ ഇങ്ങനെ വന്നത്? ഞാൻ എന്തെങ്കിലും കുറവുള്ളവനായി തീർന്നിരിക്കുന്നുവോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ വന്നിട്ട് നമ്മൾ കൂടുതൽ മടിയന്മാരും അലസന്മാരും പ്രവർത്തനങ്ങളൊന്നും ഇല്ലാത്തവരും ഒക്കെ ആയിട്ട് എല്ലാറ്റിൽ നിന്നും പിൻവാങ്ങിയിരിക്കുന്ന ആളുകളായിട്ട് മാറാം. എന്നാൽ അങ്ങനെയല്ല ഇരിക്കേണ്ടത്. ഒരു സംശയവും വേണ്ട. നിങ്ങൾ അപ്പോസ്തലനായ പൗലോസിനെ മാത്രം നോക്കിയാൽ മതി. അദ്ദേഹത്തിന്റെ ജീവചരിത്രം പരിശോധിച്ചാൽ മതി. 2 കൊരിന്ത്യ ലേഖനമെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. എന്തെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികൾ അദ്ദേഹത്തിന് നേരിട്ടു. ഞങ്ങൾ ജീവിച്ചിരിക്കുമോ എന്ന് തോന്നുമാറ് ഭാരപ്പെട്ടു എന്നൊക്കെ അദ്ദേഹം പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. എന്നാൽ താൻ തെല്ലും പിന്മാറിയില്ല. ചുറ്റും പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, തന്റെ ശരീരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, യാത്രയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. എന്നാൽ അതുകൊണ്ടൊന്നും തന്നെ പിന്തിരിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. താൻ പറയുന്നത്, എനിക്ക് കർത്താവ് തന്ന ശുശ്രൂഷ തികയ്ക്കണമെന്നേ ഉള്ളൂ, എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. മരണസമയത്തും പറയുന്നത്, ഞാൻ ഇപ്പോൾ തന്നെ ഒരു പാനീയയാഗമായിട്ട് ഒഴിക്കപ്പെടുന്നു എന്നാണ്. അല്ലാതെ എനിക്ക് സുഖമായിട്ട് കുറെ നാളും കൂടി ജീവിക്കണമെന്നല്ല. തന്റെ തല വെട്ടാൻ പോവുകയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്, ഞാനിപ്പോൾ തന്നെ ഒരു പാനീയയാഗമായിട്ട് ഒഴിക്കപ്പെടുന്നു. കർത്താവിന് വേണ്ടി ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും മരിക്കാൻ അവസരം കിട്ടുന്നതും എല്ലാം വളരെ ഉദാത്തമായിട്ടുള്ള ഒരു അനുഭവമായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ കണ്ടതെങ്കിൽ നമുക്ക് നല്ലൊരു മോഡലാണ്. കഷ്ടതയുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ അതിനെയൊക്കെ നേരിട്ടുകൊണ്ട് വേലയിൽ മുന്നേറുകയാണ്. തെല്ലും പിന്മാറിയില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ദൈവം അങ്ങനെ അവനെ ശക്തീകരിച്ചു. എന്ന് മാത്രമല്ല, ദൈവം പറഞ്ഞു, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. ഇതൊക്കെ അപ്പോസ്തലനായ പൗലോസ് വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടാണ് തന്റെ വേലയിൽ വളരെ ഉത്സാഹത്തോടുകൂടി മുന്നോട്ട് പോയതെന്ന് ഓർക്കുക. അതുകൊണ്ട് ഈ പഠനം തീർന്നിട്ടില്ല. ഇനിയും ചില കാര്യങ്ങളും കൂടി ഇതിനകത്ത് കൂട്ടിച്ചേർക്കുവാനായിട്ട് ഉണ്ട്.
ഞാൻ ഇന്ന് ഓർമ്മിപ്പിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. പ്രസംഗകരെയും പ്രവാചകന്മാരെയും അന്വേഷിച്ച് നടക്കുക അല്ല വേണ്ടത്. പെട്ടെന്നുള്ള വിടുതൽ എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കേണ്ട. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത നന്മകളും ഉപകാരങ്ങളും ഒരിക്കലും മറക്കരുത്. അതൊക്കെ ഓർത്ത് എണ്ണി എണ്ണി കർത്താവിനെ സ്തുതിക്കണം. ക്രിസ്തീയ ജീവിത ചര്യയില് അല്ലെങ്കിൽ നമ്മുടെ ജീവിത ക്രമത്തില് താളം തെറ്റിപ്പോകരുത്. വചനവായനയും വചനധ്യാനവും പ്രാർത്ഥനയും ആരാധനയും ആത്മീയ പ്രവർത്തനങ്ങളും എല്ലാം എങ്ങനെയാണോ നടന്നിരുന്നത് അതേ തീവ്രതയോടെ തീഷ്ണതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം കർത്താവിൽ ശരണപ്പെടണം. ഇനി ഇതുപോലത്തെ ചില കാര്യങ്ങളും കൂടി ചിന്തിക്കുവാനും ഓർക്കുവാനും ഉണ്ട്. അത് നമുക്ക് അടുത്ത സന്ദേശത്തിൽ ശ്രവിക്കുന്നതിനായിട്ട് മാറ്റാം. കർത്താവിന്റെ കൃപയ്ക്കായിട്ടും അവന്റെ നടത്തിപ്പുകൾക്കായിട്ടും നമുക്ക് സ്തോത്രം ചെയ്യുകയും ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ മേഖലകളിലും അത് കഷ്ടതയായിക്കോട്ടെ, പ്രതിസന്ധി ആയിക്കോട്ടെ, ഏത് സാഹചര്യവും ആയിക്കോട്ടെ, നാം ഇന്ന് പ്രാരംഭമായിട്ട് വായിച്ച വാക്യങ്ങൾ, സങ്കീർത്തനത്തിൽ നിന്ന് വായിച്ച കാര്യങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ യഹോവയുടെ പ്രവൃത്തികളെയും അവന്റെ കൈവേലയെയും വിവേചിക്കണം. അങ്ങനെ വിവേചിക്കുന്നെങ്കിൽ മാത്രമേ നമ്മെ പണിയുവാനായിട്ട് ദൈവത്തിന് സാധിക്കുകയുള്ളൂ. 46-ാം സങ്കീർത്തനത്തിൽ നമ്മൾ പ്രാരംഭമായിട്ട് വായിച്ചത് ഓർക്കുക. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അവൻ നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. അതുകൊണ്ട് എന്തെല്ലാം സംഭവിച്ചാലും, ഭൂമി മാറിപ്പോയാൽ, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാൽ, അല്ല വെള്ളം ഇരച്ചു കലങ്ങിയാൽ, കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങി വീണാൽ നാം ഭയപ്പെടുകയില്ല. കാരണം ദൈവം അതിന്റെ മധ്യേ ഉണ്ട്. ദൈവം അതിന്റെ മധ്യേ ഉണ്ട്. അത് കുലുങ്ങിപ്പോവുകയില്ല. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. അതുകൊണ്ട് വരുവീൻ, യഹോവയുടെ പ്രവൃത്തികളെ നോക്കുവീൻ. മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകും. ഈ ദൈവം നമ്മളുടെ കൂടെ ഉള്ളത് കൊണ്ട്, അവൻ നമുക്ക് ചുറ്റും പരിചയമായതുകൊണ്ട്, ദുർഗമായതുകൊണ്ട്, അവന്റെ നാമം നമുക്ക് ബലമുള്ള ഗോപുരമായതുകൊണ്ട് ഏത് സമയത്തും ഓടിച്ചെന്ന് അവിടെ നമുക്ക് അഭയം പ്രാപിക്കാനായിട്ട് സാധിക്കുമല്ലോ. ആ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. അവൻ തരുന്ന എല്ലാ അവസരങ്ങൾക്കായിട്ട് നന്ദി പറയുകയും അവന്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിക്കുകയും ചെയ്യാം. കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, തിരുവചനത്തിനായി ഞങ്ങൾക്ക് തന്ന കൂട്ടായ്മയ്ക്കായി, അവിടുത്തെ നന്മകൾക്കായി, കർത്താവെ കഷ്ടതകൾക്കായി എല്ലാം ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ ചിന്തിച്ചതുപോലെ കർത്താവെ പെട്ടെന്നുള്ള വിടുതലുകൾ പ്രതീക്ഷിച്ച് ഇരിക്കാനല്ല, നിന്റെ സമയത്തിനായിട്ട് നിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുവാൻ. കർത്താവെ, ഞങ്ങൾ പ്രസംഗകരുടെയും പ്രവാചകന്മാരുടെയും ഒക്കെ പിന്നാലെയല്ല, ജനം ദൈവത്തോടല്ലയോ ചോദിക്കേണ്ടത്. ഞങ്ങളുടെ ദൈവം എല്ലാം അറിയുന്നവനും എല്ലാം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നവനുമായതുകൊണ്ട് ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി കർത്താവെ ഞങ്ങളുടെ ഓട്ടം ഓടുവാനായിട്ട് നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ നടത്തിയ എല്ലാ വഴികൾക്കുമായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ താളം ഒരിക്കലും തെറ്റാനിടയാകാതെ ക്രമമായിട്ട് കൃത്യതയോടെ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കർത്താവ് ചെയ്യുവാൻ, വചനം വായിക്കുവാൻ, ധ്യാനിക്കുവാൻ, കർത്താവെ പഠിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ, പ്രവർത്തനങ്ങളിൽ കർത്താവ് ഉത്സുകരായിരിക്കുവാൻ ഒക്കെയുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലതും ചെയ്യുവാൻ ഞങ്ങൾക്ക് സ്വയമായിട്ട് കഴിവില്ല. നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തീകരിക്കുകയും കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുകയും കർത്താവിനെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് കർത്താവെ വചനത്തിൽ പറയുന്നത് പോലെ ആയിരിക്കാൻ തക്കവണ്ണം നിന്റെ ശക്തി ബലഹീനതയിലാണ് തികഞ്ഞു വരുന്നത്. ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ, കർത്താവെ കൃപയിൽ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനങ്ങളുടെ എല്ലാ ഹൃദയങ്ങളിലും അവിടുത്തെ കൃപയും സാന്നിധ്യവും അനുഗ്രഹങ്ങളും അവിടുന്ന് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.